ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെടുന്നോ, ആര് എനിക്ക് വഴിപ്പെടുന്നോ, എന്നെ അനുസരിക്കുന്നോ, അവര് സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബാ. അതിനെതിരെ ആര് ജീവിക്കുന്നു അവര് സ്വർഗത്തിലേക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കലാണ്. ഒരു ബിദ്അത്തിന്റെ ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെട്ട് നമ്മുടെ ഈമാനെ നാം നഷ്ടപ്പെടുത്തരുത്. അതോടുകൂടി ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കരുത്. കള്ളം പറയണ്ട, ഗീബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട, ഒരു സയ്യിദന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടണ്ട. പരിപൂർണ മുസ്ലിമായിട്ട് മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് അൽ മുസ്ലിം മൻ സലിമൻ നാസ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വജനങ്ങളും അവന്റെ നാവിനെ തൊട്ട് അവന്റെ കരങ്ങളെ തൊട്ട് സുരക്ഷിതരായിരിക്കണം. മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞുകൂടാ. ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ. അങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യാതെ വതആവനു അലൽ ബിർരി വത്തഖ്വ, ഖൈറായ സർവ്വ കാര്യങ്ങളിലും ഗുണകരമായ സർവ്വ വിഷയങ്ങളിലും പരസ്പരം സഹകരിച്ചുകൊണ്ട് നല്ല നിലയിൽ എന്തെല്ലാം ഹൈറായ വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്നു ആ ഹൈറാത്തുകളോടൊക്കെ സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ ഹബീബിയ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തെ ഈ നാട്ടുകാരും പരിസര നാട്ടുകാരും ചേർത്ത് പിടിക്കണം. ഇതിന്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ സഹകരണം വേണം. അതൊക്കെ നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടുകളാണ്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ ദീനീ ദഅവത്തിന്റെ പ്രബോധന മാർഗങ്ങളിൽ എവിടെയെല്ലാം ചെന്നെത്തും. അവരുടെ ദുആകളിലൊക്കെ നാം മരണപ്പെട്ടാലും ആ ദുആകളിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ അആനനാ വലിമൻ തുഅമനാ. റബ്ബേ, ഞങ്ങൾക്ക്, ഞങ്ങളെ രക്ഷിതാക്കൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് എല്ലാം നീ പുറത്തു കൊടുക്കണം, റഹ്മത്ത് ചെയ്യണം. അവരുടെ ദുആകളിൽ നാം മരണപ്പെട്ട് ഖബറിലാണെങ്കിലും ആ ഖബറിൽ അവരുടെ ദുആ നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ സ്ഥാപനം ഈ നാടിന് ഒരു നൂറാണ്, ഒരു പ്രകാശമാണ്, ഒരു പ്രകാശ ഗോപുരമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ വളർച്ചക്കും ഉയർച്ചക്കും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ചെറിയ കാല ആയുസ് ഇന്ന് തിന്മകൾ വർദ്ധിച്ച കാലമാണ്. ഒരു ഭാഗത്ത് പുത്തൻ പ്രസ്ഥാനക്കാര്, ബിദ്അത്തുകാര്, അതോടൊപ്പം യുക്തിവാദികൾ, അതോടൊപ്പം നിരീശ്വരവാദികൾ, അതോടൊപ്പം വൃത്തികേടുകൾ. ഈ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും നടുവിലാണ് നാം ഉള്ളത്. ഇന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വലിയ പ്രയാസമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സാബിറു ഫീ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ. ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കണൽ മുറുകെ പിടിക്കുന്ന പ്രയാസമുണ്ടാകും. കത്തുന്ന എരിതീയിൽ നിന്ന് കണലെടുത്ത് കയ്യിൽ പിടിക്കൽ എത്രത്തോളം പ്രയാസകരമാണ്, അതിനേക്കാളും വിഷമായിരിക്കും അവസാന കാലഘട്ടത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരും. ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും പല പ്രയാസങ്ങളും എല്ലാം നേരിടേണ്ടി വരും. അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ ലിവജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി നാം പ്രവർത്തിക്കുക. ആ പ്രവർത്തനങ്ങളാണ് നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുമുള്ള
മുതൽക്കൂട്ടുകൾ. ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അദ്ദുനിയാ ദാറുൽ ഫനാ, ഇത് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കമാ ഖാല തആല വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകം മാത്രമാണ്. അതിനാൽ ആ പാരത്രിക ലോകം മെച്ചപ്പെടുത്താൻ, അവിടെ വിജയിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ, ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അല്ലാതെ ഇവിടെ കുറെ ഉണ്ടാക്കി വെച്ച് എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ശ്വാസമടങ്ങിയാൽ മുഴുവനും നഷ്ടമാകുന്ന അവസ്ഥയിലാണ്. എല്ലാവർക്കും അത് ബോധ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയിലായി ഇഖ്ലാസോടുകൂടെ പാവങ്ങളെ ചേർത്ത് പിടിക്കുക, യതീമക്കളെ സംരക്ഷിക്കുക, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. വിഷമിച്ചു വരുന്ന ഒരാളെയും നാം മാറ്റി നിർത്താതെ, നമുക്ക് ഒന്നും അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ മനസ്സ് വേദനിപ്പിക്കാതെ ഒരു നല്ല നോട്ടം, ഒരു നല്ല പുഞ്ചിരി, ഒരു നല്ല വാക്ക്, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ മുഖത്ത് നിന്നുള്ള പുഞ്ചിരി അത് നിന്റെ സഹോദരന് നീ നൽകുന്ന സദഖയാണ്, ധർമ്മമാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസരത്ത് നമ്മുടെ അയൽവാസികളായി നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ അയൽവാസി അവൻ നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ല എങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ നീ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ മാനവികതയാണ് ഈ ലോകത്തിന് നൽകിയത്. അതുകൊണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല തഖ്വയുള്ള മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതിയിട്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട്, അസ്മാഉൽ ബദരീൻ ചൊല്ലിയിട്ട്, മൗലിദ് ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അങ്ങനെ നല്ല നല്ല ഖൈറായ കാര്യങ്ങളൊക്കെ ചൊല്ലി നല്ല നിലക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.